പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ശിഷ്യന്മാരുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായി. കർത്താവിനോട് ചോദിക്കുകയും ചെയ്തു, സഹോദരൻ പിഴച്ചാൽ അവനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? കർത്താവ് അതിന് മറുപടി കൊടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 4-5 വാക്യത്തിൽ, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക തന്നെ വേണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസം 7 വട്ടം സഹോദരൻ നമ്മോട് തെറ്റ് ചെയ്തു, നമ്മോട് അന്യായം ചെയ്തു, അനീതി ചെയ്തു, നമ്മെ ഉപദ്രവിച്ചു, പള്ളു പറഞ്ഞു, നമ്മെ പരിഹസിച്ചു, നിന്ദിച്ചു. ആ 7 വട്ടവും ആ സഹോദരൻ മാനസാന്തരപ്പെടുന്നു എന്ന് അവൻ നിന്നോട് പറയുന്നുവെങ്കിൽ അവനോട് ക്ഷമിക്കാം. എന്നാൽ ശിഷ്യന്മാർ അത് കേട്ടപ്പോൾ അവർക്ക് വലിയൊരു കുത്തൽ അവരുടെ ഹൃദയത്തിലുണ്ടായി. അവരിലുള്ള വിശ്വാസം കൊണ്ട് 7 വട്ടം ക്ഷമിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനുവേണ്ടി ദൈവത്തോട് അല്ലെങ്കിൽ കർത്താവിനോട്, ഗുരുവിനോട് അല്പം കൂടെ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് കൂടെ വാങ്ങിയെങ്കിലേ, ഒരു സാലറി കൊണ്ട് പറ്റില്ല, അല്പം കൂടെ സാലറി കൂട്ടിത്തരണമെന്ന് പറയുന്നത് പോലെ തന്നെ അവരുടെ കയ്യിലുള്ളതായ ആ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ടും കൃപ കൊണ്ടും അവർ കേട്ട ജ്ഞാനത്തിലും കൂടെ അങ്ങനെ ഒരു വലിയ ക്ഷമയ്ക്ക് അവർക്ക് വഴക്കുവാൻ അല്ലെങ്കിൽ വഴങ്ങുവാനും ആ സഹോദരനോട് യോഗ്യമായി പിന്നെയും ക്ഷമിച്ചു എന്ന് പറയുവാനും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, പലപ്പോഴും നമ്മുടെ ത്രാണി കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും പല കാര്യങ്ങളും അനുസരിച്ച് പോകുവാൻ നമ്മെ കൊണ്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും നമ്മളിൽ കുറച്ച് വിശ്വാസമുണ്ട്, നമ്മളിൽ കുറച്ച് ജ്ഞാനവും അറിവും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അതൊന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല, അതങ്ങോട്ട് സാധ്യമാകുന്നില്ല. സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ, നമ്മെ ഒന്ന് ചലനാത്മകമാക്കുവാൻ അത് കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ദൈവത്തോട് പറയുന്നത്, കർത്താവേ, ഈ വിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതൊരു വലിയൊരു അനുഭവമാണ്. നമുക്ക് എപ്പോഴെങ്കിലും ദൈവത്തോട് അങ്ങനെ പറയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവേ, ഈ ജ്ഞാനം കൊണ്ടും വിശ്വാസം കൊണ്ടും ആത്മബലം കൊണ്ടും പല കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചല്ല അവരവിടെ പറഞ്ഞത്. ഈ ക്ഷമിക്കുന്ന വിഷയം ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അതിനൊരു വലിയ വിശ്വാസം ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷെങ്കിൽ നമ്മളുടെ വിശ്വാസം കൊണ്ട് നമ്മൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാം, രോഗികളെ സൗഖ്യമാക്കാം, അനേകരോട് സുവിശേഷം പറയാം, നാട്ടിൽ നല്ലൊരു പേരിനൊക്കെ നമ്മൾ അവകാശികളാകാം, മാന്യമായ ഒരു ജീവനമൊക്കെ ചെയ്യുവാൻ, മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കുവാനുള്ളതായ സകല അടിസ്ഥാന കാര്യങ്ങളൊക്കെ നമുക്കതിൽ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാലും അങ്ങേപ്പുറത്ത് നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നതായ ഒരു കാര്യം, നിൻ്റെ സഹോദരൻ 7 വട്ടം നിന്നോട് ഒരു ദിവസം ക്ഷമിച്ചു അല്ലെങ്കിൽ പിഴച്ചു, എന്നാൽ ഈ 7 വട്ടവും അവന് മനസ്താപമുണ്ടായി. അവൻ വന്ന് പറയുകയാണ്, ഞാൻ മാനസാന്തരപ്പെടുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മനുഷ്യ ജീവിതത്തിലെ ഒരു ദിവസം ഉണ്ടാകുന്ന 7 ചക്രപണം അല്ലെങ്കിൽ 7 റൊട്ടേഷൻ ഓഫ് ലൈഫ്, അതവൻ്റെ ജീവിതത്തിൽ മാനസാന്തരം ഉളവാക്കുന്നുണ്ട് എങ്കിൽ അത് ക്ഷമിക്കപ്പെടുവാനുള്ളൊരു പശ്ചാത്തലവും ദൈവം അതോടൊപ്പം അവന് വേണ്ടി ഒരുക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാനസാന്തരപ്പെടുന്ന ഒരു ഹൃദയം ഒരു സഹോദരനിൽ ദൈവം കൊടുത്താൽ ക്ഷമിക്കപ്പെടുവാൻ ദൈവം അനേകർക്ക് കൃപ കൊടുത്ത് ഈ ഭൂമിയിൽ നിർത്തും. ഇല്ലായെങ്കിൽ ദൈവം മനുഷ്യരോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. ക്ഷമിക്കുവാൻ 7 പ്രാവശ്യം ക്ഷമിക്കുവാൻ മനസ്സുള്ളതായ, ഒരുക്കപ്പെടുന്നതായ ഒരു ഹൃദയം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ആ വിശ്വാസം പ്രാപിച്ച ഒരു മനുഷ്യർ ലോകത്തുണ്ടെങ്കിൽ 7 പ്രാവശ്യം മാനസാന്തരപ്പെടുന്ന വ്യക്തികളെയും ദൈവത്തിന് ഒരുക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ 2 കാര്യങ്ങളും
മനുഷ്യൻ്റെ ഇടയിൽ ചെയ്യുന്നത്. ക്ഷമിക്കുവാൻ തയ്യാറുള്ളവരുടെ അടുത്തേക്ക് മാനസാന്തരപ്പെടുന്നവരെ ദൈവം അയക്കുന്നു. മാനസാന്തരപ്പെടുവാൻ തയ്യാറുള്ളവരുടെ അടുത്തേക്ക് ക്ഷമിക്കുവാൻ തയ്യാറുള്ള സഹോദരങ്ങളെ ദൈവം അയക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ വഴികളും അവൻ്റെ പ്രവൃത്തികളും അവൻ്റെ ചിന്തകളും എത്ര അഗോചരമാണ്. നാം ചിന്തിക്കുന്നതിലും നാം വിചാരിക്കുന്നതിലും അപ്പുറമായി ദൈവം ചിന്തിക്കുന്നു. ലോകത്തിൽ ദൈവം ക്ഷമിക്കുവാൻ തക്കതായ മനുഷ്യരെ നോക്കി നടക്കുന്നു. ദൈവം ക്ഷമിച്ചതുപോലെ നിങ്ങളും നിങ്ങളോട് ഇടപെടുന്നവരെ, സഹോദരങ്ങളോട് നിങ്ങളും ക്ഷമിക്കുകയും, അങ്ങനെ ക്ഷമിക്കുവാൻ നല്ല ഉപമകൾ പറഞ്ഞ്, ഉദാഹരണങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പഠിപ്പിച്ച കർത്താവ് ക്ഷമ എന്താണെന്ന് മനുഷ്യരുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു. ലോകത്തിൻ്റെ മുൻപിൽ ജീവിച്ച് കാണിച്ചു. അന്യായം ചെയ്തത് പലപ്പോഴും ക്ഷമിച്ച് കാണിച്ചു. എന്നാൽ മാനസാന്തരപ്പെടുവാൻ നാം ഉദ്ദേശിക്കുന്ന ചില കാലയളവിൽ ആയിരിക്കത്തില്ല ചില മാനസാന്തരങ്ങൾ. ക്ഷമിക്കുവാനുള്ള നമ്മളുടെ മുൻപിൽ മാനസാന്തരങ്ങളുടെ ഒരു വലിയ നിര തന്നെ ചിലപ്പോൾ ദൈവം ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എടുത്തായിരിക്കാം ദൈവം ആ പ്രവൃത്തി ചെയ്യുന്നത്. എന്നാൽ മാനസാന്തരപ്പെടുവാൻ കാലതാമസം ഉണ്ടായാലും ക്ഷമിക്കുവാൻ കാലതാമസം ദൈവം പൊറുക്കുന്നതല്ല. ക്ഷമ എന്ന് പറയുന്നത് സ്പോട്ടിൽ ഉണ്ടാകേണ്ടതായ ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും, മാനസാന്തരം എന്ന് പറയുന്നത് അവന് ദൈവം കൊടുക്കുന്ന ഒരു ലിബർട്ടി അല്ലെങ്കിൽ ഒരു ലിബറൽ പീരീഡുമാണ്. ആ മാനസാന്തരത്തിലേക്ക് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിൻ്റെ മാനസാന്തരത്തിലേക്ക് ചില ദിവസങ്ങൾക്കുള്ളിൽ ദൈവം അവനെ വഴി നടത്തും. അതിന് പെട്ടെന്ന് ഒരുക്കമില്ലാത്ത ഒരു മനുഷ്യനിൽ അനേക സന്ദർഭങ്ങളും അനേക സാഹചര്യങ്ങളും അവൻ്റെ മുൻപിൽ വരുത്തിക്കൂട്ടും. കാരണം ക്ഷമിക്കുവാനുള്ളൊരു ഹൃദയം ഒരുവനിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് പ്രകാരം ദൈവം ഊറ്റിയ അഭിഷേകമാണ്. ആ അഭിഷേകത്തിന് പ്രകാരം ക്ഷമിച്ച ഒരു വിഷയം ഈ ഭൂമിയിൽ മാനസാന്തരത്തിന് വഴിവെക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. അത് വഴിവെച്ചേ പറ്റൂ, അത് മാനസാന്തരപ്പെടുത്തിയേ പറ്റൂ. ദൈവം ഒരിക്കൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഉടനെ അത് സാധിച്ചില്ലെങ്കിൽ പല വഴികളിൽ കൂടെയും സാഹചര്യങ്ങളിൽ കൂടെയും അവനെ നടത്തിക്കൊണ്ട് പോകും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നതായ രണ്ട് കാര്യം: ഒന്ന് ക്ഷമ, രണ്ട് മാനസാന്തരം. നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടുവാനും ഉള്ളതായ അനേക സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് വേണ്ടി കൊണ്ടുവരും. 7 വിധമായിട്ടുള്ളതായ ആ പ്രയാണങ്ങൾ ഒരു ദിവസം നമുക്ക് എണ്ണിത്തീർക്കേണ്ടതായിട്ടുണ്ട്, ചെയ്യേണ്ടതായിട്ടുണ്ട്, തിരിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്, വഴി നടന്നു പോകേണ്ടതായിട്ടുണ്ട്, ഓടി നടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ 7 ഇടങ്ങളിലും ക്ഷമിക്കുവാനുള്ളതായ ഒരു കൃപ, ഒരു വിശ്വാസം, നമ്മുടെ കയ്യിലുള്ള വിശ്വാസം കൊണ്ട് ചിലപ്പോൾ നടന്നെന്നിരിക്കത്തില്ല. അതില്ല എങ്കിൽ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തരുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം കരുതിക്കൊള്ളും. നീ അവരുടെ മാനസാന്തരത്തെ നോക്കരുത്. ഒരിക്കൽ ഒരു കർത്തൃദാസൻ 2 വ്യക്തികൾ തമ്മിലുള്ളതായ പിണക്കത്തെ ഒത്തുതീർക്കുന്നതായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു: റീകൺസിലിയേഷൻ ഹാവ് നോ ഡിമാൻഡ്. എന്ന് പറഞ്ഞാൽ ഒത്തുചേരൽ, ഏറ്റുപറച്ചിൽ, അല്ലെങ്കിൽ 2 ഹൃദയങ്ങൾ തമ്മിൽ ഒത്തുചേരുവാൻ വേണ്ടി ക്ഷമിക്കുവാനും സഹിക്കുവാനും തീരുമാനിച്ച 2 ഹൃദയങ്ങൾ തമ്മിൽ യോജിക്കുമ്പോൾ അവിടെ ഡിമാൻഡ്സ് ഇല്ല. നീ ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്യാമെന്നുള്ള നോ ഡിമാൻഡ്സ്. റീകൺസിലിയേഷൻ ഹാവ് നോ ഡിമാൻഡ്. റിയൽ റീകൺസിലിയേഷൻ ഇറ്റ്സ് കംസ് വിതൗട്ട് എനി ഡിമാൻഡ്സ്. ദൈവമാണ് ആ ഡിമാൻഡ്സിനെ വയ്ക്കുവാനുള്ളതായ അവകാശം ഏറ്റെടുക്കുന്നത്. ദൈവകരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ, ദൈവ സ്വഭാവമുള്ളവരായി ജീവിക്കുന്നത് എത്ര ഭാഗ്യകരമെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് നമ്മുടെ തലമുറകൾക്കും സാധ്യമാകുന്നുവെങ്കിൽ നാമാണ് ലോകത്തിലെ ഭാഗ്യവാന്മാർ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.